ഹായ്. അപ്പോൾ ഇന്നത്തെ കാര്യം എന്തിനെ കുറിച്ചെന്ന് വെച്ചാൽ എഡ്യൂക്കേഷനെ കുറിച്ചാണ്. എഡ്യൂക്കേഷനെ കുറിച്ചെന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ വേണ്ട എന്ന് പറയുന്നതിന് ഗ്ലോറിഫൈ ചെയ്യുന്ന കുറച്ച് ടീംസ് ഇല്ലേ. ഗ്ലോറിഫൈ എന്ന് വെച്ചാൽ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ടീംസ് ഇല്ലേ. என்னங்க எஜுகேஷன்ன்றது ஒரு மண்ணுமே கிடையாதுங்க. என்னடா முட்டாத்தனமா பேசிக்கிட்டு இருக்க முட்டா பயல. അതിനെ കുറിച്ചാണ്. അതിനെ കുറിച്ച് എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് കാറ്റഗറി ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മൾക്കേ അറിയാം, നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരാണെങ്കിലും കുറച്ച് പേര് എഡ്യൂക്കേഷൻ വേസ്റ്റ് ആണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ടാവും. പിന്നെ സോഷ്യൽ മീഡിയയിൽ എടുത്ത് നോക്കിയാലും അതിൽ രണ്ട് സെക്ഷൻ ആയിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഉള്ളത്. ഒന്ന് വന്നിട്ട് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരാണ്. അവർ എഡ്യൂക്കേഷൻ വേണ്ടാന്ന് പറയണ്ടെങ്കിൽ അവർ ഡെയിലി സ്കൂളിൽ പോകുന്നുണ്ട്, ഹോംവർക്ക്, അതുകൊണ്ട് എന്തായാലും അവർക്കൊരു വെറുപ്പുണ്ടാവുന്ന വെക്കാം. പക്ഷെ ഈ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആൾക്കാരും നോർമൽ പീപ്പിളും എഡ്യൂക്കേഷൻ വേസ്റ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടന്റ് ആണോ എന്ന് ആദ്യം നോക്കണം. അപ്പൊ നമ്മൾ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടന്റ് ആണോ എന്ന് നോക്കണമെങ്കിൽ ആദ്യം ഈ എഡ്യൂക്കേഷൻ വേസ്റ്റ് എന്ന് പറയുന്നതിന് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ടീമില്ലേ, അവർ എന്തുകൊണ്ടാണ് എഡ്യൂക്കേഷൻ വേസ്റ്റ് എന്ന് പറയുന്നത്, അതിന്റെ കാരണം ആദ്യം നമ്മൾ നോക്കണം. ഇതിൽ അവർ മെയിൻ ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ പഠിച്ചിട്ടും പണി കിട്ടുന്നില്ലല്ലോ എന്നുള്ളത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ പഠിപ്പ് എന്നുള്ളത് പണി കിട്ടാനുള്ള ഒരു പാലമായിട്ട് ആരും കാണാൻ പാടില്ല. പിന്നെ എന്ത് ഇത്ര കഷ്ടപ്പെട്ട് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ എഡ്യൂക്കേഷൻ എന്നുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പ്, അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെ നമുക്ക് എല്ലാത്തിനെ കുറിച്ചുള്ള ഒരു ബേസിക് നോളജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞുള്ളത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിനെ കുറിച്ച് എക്സ്ട്രാ നോളജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ എക്സ്ട്രാ നോളജ് വെച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡില് സ്കില്ല് വളർത്തിയെടുക്കണം. ആ സ്കില്ല് എത്രത്തോളം വളർത്തിയെടുക്കണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ജോലി കിട്ടണോ ഇല്ലയോ എന്നുള്ളത്. കേട്ട് വരുന്ന ഇങ്ങനൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, എന്റെ ക്ലാസ്സിൽ 100ൽ 100 വാങ്ങിയിട്ട് പഠിച്ചവനേക്കാളും ഉഴപ്പി നടന്ന് ഫെയിലായിട്ട് പണിക്ക് പോയി ഞാൻ അവനേക്കാളും കൂടുതൽ സമ്പാദിക്കുന്നുണ്ട് എന്നുള്ളത്. ഇതില് രണ്ട് മിസ്റ്റേക്ക് നമ്പർ 1 എന്തെന്ന് ചോദിച്ചാൽ ഈ നന്നായി പഠിച്ചു എന്ന് പറയല്ലേ, ആൾക്ക് ആ ഫീൽഡിനോട് നല്ല താല്പര്യം ഉണ്ടാവും, മറ്റാൾക്ക് താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ ഡിഫറൻസ് വരുന്നത്. ഇതില് ഈ നന്നായി പഠിച്ച ആള് ഈ പഠിക്കാത്ത ആളിനെ പോലെ ഇടയിലേ നിർത്തി പണിക്ക് പോയതാണെങ്കിൽ മറ്റാൾക്ക് കിട്ടിയ സക്സസ് ഇയാൾ കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഡൗട്ട് തന്നെയാണ്. ഇത് ടോട്ടലി വർക്ക് ആവുന്നത് അവരവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ടാണ്. ഇങ്ങനൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നന്നായി പഠിച്ചിട്ടും കുറഞ്ഞ ശമ്പളത്തിന് പണിക്ക് പോകണു എന്നുള്ളതാണ്. ഇതില് നന്നായി പഠിച്ചിട്ട് ഇപ്പൊ ഒരാൾ ഒരു സ്ഥാപനത്തിൽ പണിക്ക് പോയി, ഒരു 10,000 രൂപ ശമ്പളം എന്ന് വിചാരിക്കാം. ഇയാളുടെ ശമ്പളം 10,000 നിൽക്കണോ ഇല്ല കൂടണോ എന്ന് തീരുമാനിക്കുന്നത് അവനവൻ തന്നെയാണ്. കാരണം അയാൾ സ്കിൽ ഡെവലപ്പ് ചെയ്യാണ്ട് ഇതേ മതി എന്ന് പറഞ്ഞിട്ട് ആ കംഫോർട്ട് സോണിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ അയാൾ ആ റേഞ്ചിൽ തന്നെ അവസാനം വരെ ഇരിക്കും. കാരണം ഇപ്പൊ നമ്മൾ ഏതൊരു ഫീൽഡ് എടുത്താലും നമ്മുടെ മുകളിൽ അല്ലെങ്കിൽ ഹയർ അതോറിറ്റിയിൽ ഒരാളുണ്ടാവും. അപ്പൊ ആ ലെവലിൽ എത്തണമെങ്കിൽ നമ്മൾ എന്ത് സ്കില്ലാണ് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്, അത് ചെയ്താൽ ഇയാൾക്ക് നല്ല പോലെ കാശ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ കുറച്ച് പേര് ചോദിക്കും, പഠിക്കുക പണിക്ക് പോകുക അത് മാത്രം ചെയ്താൽ മതിയോ, ബിസിനസ് ഒന്നും ചെയ്യണ്ടേ? ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ ഒരുത്തൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്ത് വെറുതെ എഡ്യൂക്കേഷൻ പറയണേ? നന്നായി പഠിച്ച ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ IT MBA ഒക്കെ കഴിഞ്ഞ നല്ല ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരെ പഠിത്തം കഴിഞ്ഞിട്ട് ഈ ഫാമിങ് അല്ലെങ്കിൽ പശു വളർത്തൽ കൃഷിയൊക്കെ ചെയ്തിട്ട് നന്നായി സക്സസ് ആകേണ്ട ഇതൊന്നും നീ കാണില്ല എന്ന് ചോദിച്ചു. എടാ പൊട്ടന്മാരെ, ഇതിലേ നമുക്ക് മനസ്സിലാക്കിക്കൂടെ, നമ്മുടെ അവിടെ കാലങ്ങളായിട്ട് അപ്പൂപ്പന്മാർക്ക് പശുവും വളർത്തുന്നുണ്ട്, കൃഷിയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും കിട്ടാത്ത ശ്രദ്ധയും ഈ ഇത്രയും ലാഭവും ഈ പഠിച്ചു കഴിഞ്ഞിട്ട് വന്നിട്ട് കിട്ടുന്നെങ്കിൽ ഇവന്റെ ബാക്കിൽ വർക്കായിട്ടുള്ളത് എഡ്യൂക്കേഷൻ തന്നെയാണ്. അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ചായക്കട തന്നെ വെക്കാം. ഒരാള് ഒരു ചായക്കട വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് അതിൽ അതിലൂടെ കാശ് ഉണ്ടാക്കാൻ പറ്റുമോ ചോദിച്ചാൽ പറ്റുമായിരിക്കും. പക്ഷെ നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഒരാള് ഇതേ ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ അയാൾ ഇതിനെ ഒരു ബ്രാൻഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ടോ എങ്ങനെ ബിൽഡ് ചെയ്യാമെന്ന് ആൾക്കറിയാം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ചായ് കിങ്സ്, ചായ് വാല എന്നുള്ളതൊക്കെ ഇവരുടെയൊക്കെ ടേൺ ഓവർ എത്രയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു വന്നാൽ ഇതില് രണ്ടുപേരും വിൽക്കുന്നത് ചായ തന്നെയാണ്. പക്ഷെ ഇവരുടെ റവന്യൂ തമ്മിൽ ഇത്രയും വ്യത്യാസം വരാൻ കാരണം മെയിൻ ആയിട്ട് പഠിത്തം തന്നെയാണ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ തന്നെയാണ്. പറയും അംബാനിയൊക്കെ അത്ര പഠിച്ച് ഗ്രാജുവേറ്റ് ആയിട്ടാണോ അത്ര വലിയ കോടീശ്വരനായി എന്നുള്ളത്. ശരിയാണ്, അംബാനി പഠിച്ച് ഗ്രാജുവേറ്റ് ആയിട്ടൊന്നും അല്ല ഇത്രയും വലിയ കോടീശ്വരനായത്. പക്ഷെ ആള് കുറെ ഫീൽഡിൽ വർക്ക് ചെയ്യും, ആൾക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡിൽ സ്കിൽ ഡെവലപ്പ് ചെയ്തിട്ട് കുറെ കാലം കഷ്ടപ്പെട്ടിട്ട് ഹാർഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടാണ് ഈ നിലയിൽ എത്തിയത്. പക്ഷെ ഈ കാലഘട്ടത്തിൽ നമുക്ക് അത്ര സമയം വേസ്റ്റ് ആക്കാൻ, അത്രയും കഷ്ടപ്പെടാനുള്ള കാര്യമൊന്നുമില്ല. കാരണം അത്രയും പോസിബിലിറ്റീസ് ഉണ്ട്. അതിന് നമ്മൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്താലേ അംബാനിന്റെ അത്ര വലുതാവുന്നല്ല. പക്ഷെ അംബാനിന്റെ കാര്യം പറയുന്നത് റെയർ ആയിട്ടുള്ള കാര്യമാണ്. കാരണം അംബാനി ആ കാലഘട്ടത്തിൽ എടുത്ത ഫീൽഡിൽ കുറെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ഓൾറെഡി ഉണ്ടാവും. പക്ഷെ അവരൊന്നും അംബാനിന്റെ അത്ര സക്സസ് ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ റെയർ എന്ന് പറയുന്നത്. ശരി, അപ്പൊ അംബാനി തന്നെ പഠിച്ചിട്ടില്ലല്ലോ. സോ ആളുടെ സ്ഥാപനത്തിൽ ഒരാളിനെ പണിക്കെടുക്കുമ്പോൾ ഞാൻ തന്നെ പഠിച്ചിട്ടുള്ള കണ്ട് പഠിക്കാത്ത ഒരാളിനെ ആള് നിയമിക്കുകയോ ചോദിച്ചാൽ ഇല്ല. ഇതിൽ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ട് ഒരു കാര്യം ചെയ്യുന്നതിലും പഠിക്കാണ്ട് ഒരു കാര്യം ചെയ്യുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പൊ നിങ്ങളൊരു പ്രിവിലേജ്ഡ് അല്ലെങ്കിൽ അച്ഛനമ്മയും നന്നായിട്ട് കാശ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നിങ്ങളൊരു പാവപ്പെട്ട അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിലെ ഒരാളാണെങ്കിൽ
ഉറപ്പായിട്ടും എഡ്യൂക്കേഷൻ നല്ല ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ഞാൻ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ കോളേജ് പഠിക്കുന്ന പിള്ളേരെ കുറിച്ചാണ്. അതിലും താഴെയുള്ള പിള്ളേര് എനിക്ക് പഠിത്തം വേണ്ട, ഞാൻ ഫാഷൻ ബിസിനസ് ചെയ്യാൻ പോണോണ്ട് പോയാ ഇതിൽ എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മള് സോഷ്യൽ മീഡിയയിലാണെങ്കിലും മീമൊക്കെ ഇട്ട് ട്രെൻഡ് ആക്കേണ്ട കാര്യം എഡ്യൂക്കേഷൻ വേണ്ട അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ വേണോ വേണ്ടയോ അതിനെ കുറിച്ചല്ല, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ ബെറ്റർ ആക്കാൻ എന്താ ചെയ്യേണ്ടത്, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള തെറ്റ് എന്തൊക്കെയാണ്, ഇതിനെ കുറിച്ച് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ലാസ്റ്റ് എവനെങ്കിലും വന്നിട്ട് അപ്പൊ ചാവണവർ പഠിച്ചുകൊണ്ടേ ഇരിക്കണം എന്ന് ചോദിച്ചാൽ, നിന്റെ ലൈഫ് സ്റ്റൈല് ഡെവലപ്പ് ആവണം എന്നുണ്ടെങ്കിൽ നീ ലാസ്റ്റ് ഒരു എന്തിനെ കുറിച്ച് പഠിച്ചെന്നെ ആവണം.